മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിൽ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2024 ആഗസ്റ്റ് 16-നാണ്. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് കാരണമായത് എനിക്ക് ഞാനൊരു ആദ്യം ഇത് പറയാം. ആദ്യം ഈ അൾത്താരയിൽ എന്നെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയ മാതാവിനും ഈശോയ്ക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈ കൃപാസനം പ്രവർത്തകർക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഞാനൊരു ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ എനിക്ക് ഈശോയെ 5ാം ക്ലാസ് മുതൽ അറിയാം. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞറിയാം. അപ്പം തന്നെ പരീക്ഷകൾക്കൊക്കെ പോകുമ്പോൾ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി അങ്ങനെ പറയാറുണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് ഒരു പ്രാർത്ഥന നൽകിയത് ഞാൻ 10ാം ക്ലാസ്സിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് SLCക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വളരെ അധികം വലിയൊരു മാർക്ക് കിട്ടുകയുണ്ടായി. ഇതൊക്കെ എൻ്റെ ആദ്യത്തെ ഈശോയുടെ അനുഭവമാണ്. പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ കുർബാന കാണാനൊക്കെ പോവാമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും കുർബാന കാണാൻ പോകുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈശോയിലേക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പം ഞാൻ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പ്രൊമോഷൻ ലഭിച്ചു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട്. ആ സമയത്ത് എൻ്റെ അച്ഛന് കാലിൽ വലിയൊരു മുറിവ് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ അപ്പോൾ അച്ഛൻ അതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നരാടം പോയി അത് ദൂരെയുള്ള സ്ഥലത്ത് പോയി കെട്ടണമായിരുന്നു. വളരെ അധികം പൈസ ചിലവായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രൊമോഷൻ ലഭിച്ചതിന് ശേഷം അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്ഛൻ ഇതിലൊക്കെ ഭയങ്കര സന്തോഷിക്കുന്ന ആളാണ്. പക്ഷേ അച്ഛൻ അതിൽ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അച്ഛന് സംസാരിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അമ്മയും പറഞ്ഞു അച്ഛനെന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ഈ കാല് മുറി കെട്ടാൻ പോകുന്ന സമയം തന്നെ വേറൊരു ഡോക്ടറുടെ അടുത്ത് പോയി അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛന് തലയിൽ ഒരു മുഴയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ICUവിൽ 10 ദിവസം കിടക്കുകയുണ്ടായി. അപ്പോൾ ഈ തലയുടെ മുഴ എവിടെ നിന്നാണോ അവിടെ സ്റ്റാർട്ട് ചെയ്യില്ല, എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓങ്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അത് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ തൈറോയിഡ് ആദ്യം തന്നെ എടുത്ത് കളഞ്ഞു. പിന്നെ തൈറോയിഡിൻ്റെ റേഡിയോ തെറാപ്പിയും കഴിഞ്ഞു. പിന്നെ തലയിലെ മുഴ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ തലയിൽ മുഴ ഓപ്പറേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും തീരെ സുഖമില്ലാതായി. അമ്മയും കിടപ്പിലായി. അപ്പോൾ അച്ഛനും അമ്മയും ഒരു ആങ്ങളയും മാത്രമാണ് എനിക്കുള്ളത്. ആങ്ങളയ്ക്കും സുഖമില്ല, നടുവേദനയൊക്കെ ആയിട്ട് അവന് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കാൻ ഒന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ 3 ആൾക്കാരുള്ളത്. പിന്നെ ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ആകെ, പിന്നെ ഈ അച്ഛനാണ് ഉള്ളത്. അച്ഛനാണ് വീട്ടിലെ, ഈ വയ്യാത്ത അച്ഛനാണ് വീട്ടിലെ ജോലികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണ്. എനിക്കാണ് ഈ ജോലി പ്രൊമോഷനായി കിട്ടിയത് 80 കിലോമീറ്റർ അപ്പുറമുള്ള വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞാൻ അവിടെ താമസമാണ്. അപ്പോൾ ഇവരെ നോക്കാൻ എനിക്ക് ആഴ്ചയിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ വന്ന് ഞാൻ ജോലി സ്ഥലത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഇനി ഭാവി ഒന്നും എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഒരു ചേച്ചി എനിക്ക് ഒരു പത്രം തന്നു. അപ്പോൾ അത് കൃപാസനം പത്രമായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം, ഞാൻ കൃപാസനം ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാനത് വായിച്ചു നോക്കി. നമ്മളെ മാനസികാവസ്ഥയും വളരെ വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളെപ്പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ പേര് ഇവിടെ വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും യാതൊരു നിവൃത്തിയില്ല, വേറെ ഡോക്ടർമാരുടെ ഒന്നും ആശ്രയമില്ല, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ എനിക്കും ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വരണമെന്ന് തോന്നി. ആ ചേച്ചിയോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു. പക്ഷേ ഞാനൊരു ഹിന്ദു ആയത് കാരണം എന്തായാലും എനിക്കിപ്പോൾ ഈ ആലപ്പുഴയിലേക്ക് വളരെ ദൂരമുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് സമ്മതിക്കാതെ പറ്റില്ല. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു, സെർച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ജൂലൈ 22-നാണ് ഈ ചേച്ചിയെ കണ്ടത്. അപ്പോൾ ഞാൻ വീട്ടിൽ രാത്രി എത്തിയപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് നോക്കി. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കണ്ടത് ലൈറ്റ് കാൻഡിൽ പ്രെയർ ആയിരുന്നു ഫസ്റ്റ് തന്നെ വന്നത്. അപ്പോൾ ലൈറ്റ് കാൻഡിൽ പ്രെയറിൽ ഞാൻ എൻ്റെ ജോലിയാണ് ഇട്ടത്. കാരണം എനിക്ക് അസിസ്റ്റൻറ്റിനായിട്ട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൊമോഷനായി വന്നതാണ്. അപ്പോൾ
അത് വലിയൊരു ഉദ്യോഗം തന്നെയാണ്, നമ്മൾ മേലുദ്യോഗസ്ഥനാണ്. അപ്പം നമ്മുടെ കീഴിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ ജോലിയിൽ എനിക്കൊരു വലിയ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൽ റിക്വസ്റ്റായിട്ട് വെച്ചത്. പിന്നെ നോക്കിയപ്പോൾ ആണ് കണ്ടത് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആങ്ങളയുടെയും എല്ലാ വിഷമങ്ങളും അതിൽ ആ 6 നിയോഗത്തിൽ വയ്ക്കുകയുണ്ടായി. അതിനുശേഷം 22-ാം തീയതി ആണ് ഞാനിത് വെച്ചത്. അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന, സായന പ്രാർത്ഥന എല്ലാം അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 22-ാം തീയതി കഴിഞ്ഞ് 29-ാം തീയതി ഒരാഴ്ച കഴിഞ്ഞ് ഞാനൊരു എഞ്ചിനീയറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ കീഴിൽ ഒരു RCB, അതൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ മഴക്കാലമായിരുന്നു. ആ മഴക്കാലമായപ്പോൾ ഒരു ഷട്ടർ മാക്സിമം ഉയർത്തി വെക്കണം. അപ്പോൾ ആ ഷട്ടർ മാക്സിമം ഉയർത്തി വെക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഉയർത്തി വെച്ചു. ഇനിയും 2 മീറ്റർ ഇനിയും ഉയർത്തി വെക്കാം. പക്ഷേ അത് 2018, 2019 ഫ്ലഡിൽ മാത്രമാണ് ഉയർത്തി വെച്ചിരുന്നത്. കാരണം അത് കുറച്ച് ഹൈ റിസ്ക് ആണ്. പിന്നെ പൊക്കി കഴിഞ്ഞാൽ താഴ്ത്താൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ആരും 2019 കഴിഞ്ഞിട്ട് പിന്നെ ഉയർത്തി വെച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ ഞാനും ഫോളോ ചെയ്തു. അപ്പോൾ വേണ്ട, ഉയർത്തി വെക്കേണ്ട, നമുക്ക് കുഴപ്പമില്ല, അധികം മഴയൊന്നും പെയ്യുന്നില്ലല്ലോ പറഞ്ഞു. അങ്ങനെ 29-ാം തീയതി രാവിലെ ഞങ്ങളുടെ RCBയുടെ അപ്സ്ട്രീമിൽ ഒരു വലിയ മരം വന്നു. അപ്പോൾ ആ മരം രാവിലെ വന്നപ്പോൾ അത് ഒഴുകിപ്പോയിക്കോളും, ഷട്ടറിൻ്റെ അടിയിൽ കൂടെ ഒഴുകിപ്പോയിക്കോളും എന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചയായപ്പോൾ ആ മരം ഷട്ടറിൽ തടയാനായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് പ്രശ്നമാണ്, വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മെക്കാനിക്കലുകാരെ വിളിച്ച് അത് ഷട്ടർ മാക്സിമം 2 മീറ്റർ ഉയർത്തി വയ്ക്കാൻ സാധിച്ചു. അന്നാണ് വയനാട് ചുരൽമലയിൽ ഉരുൾപൊട്ടി. അവിടേക്കാണ്, ഈ പാലത്തിലേക്കാണ് വെള്ളം മുഴുവൻ വരുന്നത്. കാരണം ഒരിക്കലും നമ്മളൊരു ഉരുൾപൊട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ആ സമയത്താണ് ഉരുൾപൊട്ടി അവിടേക്ക് വെള്ളം വന്നത്. അപ്പോൾ 2 മീറ്ററോളം ഉയർന്നു വെള്ളം, സ്ലാബിൻ്റെ താഴെ തൊട്ടാണ് ഒഴുകിയത്. അപ്പം ഞാനത് അപ്പോൾ ഒരു ഈശോ മാതാവ് ഒരു മരമായി വന്ന് എന്നെ അവിടെ എൻ്റെ ജോലി ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളത്. ജോലി ചെയ്യാൻ ഒരു നടപടിയെടുക്കാനാണ് ഈശോ ഒരു മരമായി വന്നത്. അല്ലെങ്കിൽ ആ മരം വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാനത് ഉയർത്തി വെക്കില്ലായിരുന്നു. ഞങ്ങളുടെ ആ പ്രദേശം മുഴുവൻ 2 മീറ്ററോളം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ, വീടുകളെല്ലാം വെള്ളത്തിലാകുമായിരുന്നു. മാത്രമല്ല ഞാനുൾപ്പെടെയുള്ള എൻ്റെ മേലുദ്യോഗസ്ഥരെല്ലാം സസ്പെൻഷനാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഈശോയാണ്, അതായത് 22-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തത് കാരണം ഈശോ എന്നെ അതിൽ നിന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ നാടിനെ മൊത്തമാണ് രക്ഷിച്ചത്. പിന്നെ അതിനുശേഷം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് എനിക്ക് 80 കിലോമീറ്റർ ദൂരെ ഉള്ളൊരു സ്ഥലത്താണ് ട്രാൻസ്ഫർ ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ഈ ട്രാൻസ്ഫർ, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും അസുഖങ്ങളും, അപ്പോൾ ഞാൻ അവരെ ആഴ്ചയിലാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിന് കുറേ റിക്വസ്റ്റ് കൊടുത്തിരുന്നു മേലുദ്യോഗസ്ഥർ. പക്ഷേ നമുക്ക് ആൾ സ്വാധീനം ഒന്നും ഇല്ലാത്തതിനാൽ നമുക്കൊരിക്കലും അത് കിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച സ്ഥലത്തേക്കൊക്കെ വേറെ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് കാരണം ഞങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരികയും, വേറൊരു മീറ്റിങ്ങിനായിട്ട് വന്നതാണ്, ഓഫീസിലേക്ക് വന്നു. കാരണം അവരെ കാണാൻ പോകാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തേക്കൊന്നും. പക്ഷേ അവരിങ്ങോട്ട് വന്നു. ആ മീറ്റിങ്ങോ കഴിഞ്ഞതിന് ശേഷം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, വിനീതയുടെ വീട് എവിടെയാണ്, ട്രാൻസ്ഫറിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങോട്ടാണ് ചോദിച്ചപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തേക്ക് കിട്ടിയാൽ നന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ ആ സാറ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ട് എനിക്ക് സൂട്ടബിളായ സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ സാറ് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഞാനൊരിക്കലും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുമില്ല. പക്ഷേ മാതാവായിട്ട് സാറിനെ കൊണ്ട് എന്നോട് ചോദിപ്പിച്ചു. ഞാനിങ്ങനെ കുറേ സാക്ഷ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതേപോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇതും കൂടി ആയപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. പക്ഷേ എന്നാലും രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ചിലപ്പോൾ അത് പോവാം. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ ഇങ്ങനെ പോകണം, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് എൻ്റെ ഓഫീസിലെ ഈ പ്രശ്നങ്ങൾ ഒക്കെ ഒഴിവായി കിട്ടി, ആ വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷിച്ചു. അത് പിന്നെ ഈ കൃപാസനത്തിൽ പോയി എനിക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ കൃപാസനത്തിൽ പോകാൻ അനുവദിക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്തോ ഓക്കെ ഒരു പ്രാവശ്യം മാത്രം പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ചാടി വേഗം കൃപാസനത്തിലേക്ക് പോന്നു. ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഈ തീർത്ഥാടന ഉടമ്പടി എടുത്തതിൻ്റെ 10-ാം ദിവസം എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ലഭിക്കുകയുണ്ടായി. അതിന് ഈശോയോടും മാതാവിനോടും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. പിന്നെയുള്ളത് എൻ്റെ അച്ഛൻ്റെ അസുഖം. അച്ഛൻ്റെ തലയിൽ മുഴയ്ക്കൊന്നും ചെയ്തിരുന്നില്ല. അത് മുഴ ഓപ്പറേറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം മുഴ ഓപ്പറേറ്റ് ചെയ്തിരുന്നവരുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ കോമാ സ്റ്റേജിലായി പോകും. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങളതിന് സമ്മതിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛന് ഉടമ്പടി തൈലം നെറ്റിയിലും തലയിലും
പിന്നെ തൈറോയിഡിൻ്റെ അവിടെയൊക്കെ പുരട്ടി കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി ഉപ്പ് കഞ്ഞിയിലിട്ട് കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഈ ഉടമ്പടി എടുത്ത് 1 മാസത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ അച്ഛൻ്റെ തലയിൽ ആ മുഴ കാണുന്നില്ല. അപ്പോൾ അത് കാരണം അച്ഛന് ഈ മുഴയുള്ള കാരണം അപസ്മാരത്തിൻ്റെ ഗുളിക കൊടുക്കുമായിരുന്നു. അപ്പം അതിന് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഈ മുഴ ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ അപസ്മാരത്തിൻ്റെ ഗുളിക നിർത്താനും പറഞ്ഞു. അച്ഛന് റേഡിയോ അയോഡിൻ തെറാപ്പിയായിരുന്നു തൈറോയിഡിൽ ചെയ്തിരുന്നത്. അത് 6 മാസം കഴിഞ്ഞാൽ പിന്നീടും ചെയ്യണമായിരുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞ് അതിന് പോയി നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ തൈറോയിഡിൻ്റെ ആ പ്രശ്നവും പോയി. ഇനി അങ്ങനെ റേഡിയോ അയോഡിൻ തെറാപ്പി ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത്രയും അനുഭവങ്ങളൊക്കെയാണ് എനിക്കുണ്ടായത്. പിന്നെയുള്ളത് എൻ്റെ 17 വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് എപ്പോഴും ഒരു എന്താ പറയുക, അവർ ചെയ്യുന്നത് എനിക്ക് പറ്റില്ല, ഞാൻ ചെയ്യുന്നത് അവർക്ക് പറ്റുന്നില്ല. എപ്പോഴും വീട്ടിൽ പ്രശ്നം, ഹസ്ബൻഡിന് സമാധാനമില്ലായ്മ ഇങ്ങനെയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ വർത്തിക്കാനും ഇപ്പോൾ യാതൊരു പ്രശ്നവും വീട്ടിൽ ഇല്ല. ഹസ്ബൻഡിനും സമാധാനമായി. അതുപോലെ തന്നെ കുട്ടികൾ നന്നായി പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കുറച്ച് പണിയാണ്. കാരണം എല്ലാവരും ഒരുപോലെ പഠിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ഈ തീർത്ഥാടന ഉടമ്പടി ഇവിടെ എടുത്തതിന് ശേഷം അടുത്ത പരീക്ഷയ്ക്ക് എൻ്റെ 2 മക്കൾക്കും ഫസ്റ്റ് റാങ്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ടിന് ക്യാൻസറാണ്. അപ്പോൾ ആ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഞങ്ങൾ കുറേ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് പ്രകാരം കുറേ കടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ കടങ്ങൾ വീട്ടാനായിട്ടൊരു കട തുടങ്ങണം എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ ഉള്ളത്, അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞങ്ങളൊരു SLC ഗ്രൂപ്പുണ്ട്. ആ SSLC ഗ്രൂപ്പിൽ എല്ലാവരോടുമായി റിക്വസ്റ്റ് ഇട്ട് അവളെ എന്തെങ്കിലും സഹായിക്കാനായിട്ട്, അങ്ങനെ അവൾക്ക് സഹായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെയുള്ളത്, വൃദ്ധസദനത്തിൽ ഞാനും ഹസ്ബൻഡും മക്കളും കൂടി ചെന്ന് അവരുടെ അടുത്ത് സംസാരിക്കുകയും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം എൻ്റെ അടുത്ത് 2 ദിവസം കൊണ്ട് തന്നെ ചിലവാകും. ആദ്യം 1 കെട്ട് പത്രമായിരുന്നു കിട്ടിയിരുന്നത്. അത് 2 ദിവസം കൊണ്ട് അവിടെയുള്ള ഓട്ടോക്കാർക്കും ഹോസ്പിറ്റലിലും കൊടുത്തു. ഇത്രയധികം ഈശോ എന്നെ അനുഗ്രഹിച്ചു. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും